ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കുമായാണ്. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിൽ കാർഡ്സ് ആഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. എന്താണ് കാർഡ്സ് എന്ന് ഞാനൊരു വിഷ്വൽ സഹിതം ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ തന്നെ ഒരു വീഡിയോ ആണ്. നമ്മളിങ്ങനെ സ്വാഭാവികമായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ ചാനലിൻ്റെ ഒരു വ്യൂവർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ടോപ്പ് റൈറ്റിൽ ഒരു പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവർസിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങളുടെ വ്യൂവർസിനിടയിൽ ഒരു സർവേ നടത്താം എന്ന് സാരം. ഇപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോളിൽ നോ, യെസ്, ഗോയിങ് ടു സബ്സ്ക്രൈബ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ കഴിയും. പിന്നീട് നിങ്ങളുടെ മറ്റ് വീഡിയോകളും ഈ പോൾസിൽ ഈ കാർഡ്സിൽ നൽകാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യാമെന്നതിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ YT സ്റ്റുഡിയോയിലേക്ക് പോവുക. എങ്ങനെ YT സ്റ്റുഡിയോയിലേക്ക് പോകണമെന്നുള്ളത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാനത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി മറ്റു വീഡിയോകൾ കാണാം. അതിലെല്ലാം ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാർഡ്സ് ആഡ് ചെയ്യാം എന്നതിലേക്ക് കടക്കാം. ഡാഷ്ബോർഡിന് തൊട്ടായി വീഡിയോസ് എന്ന് കാണാൻ കഴിയും. ആ വീഡിയോസിൽ നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണോ കാർഡ് ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോയിലേക്ക് കർസർ കൊണ്ടുപോയി വെക്കുമ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. പിന്നീട് SD അല്ലെങ്കിൽ HD കംപ്ലീറ്റ്ലി പ്രോസസ്സ് ആയത്, അതായത് അപ്ലോഡ് ചെയ്ത വീഡിയോകൾക്ക് മാത്രമേ ഈ ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ. കാർഡ്സ് ക്ലിക്ക് ചെയ്യുക. കാർഡ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലേൺ മോർ അബൌട്ട് കാർഡ്സ്, ആഡ് കാർഡ്സ് എന്നൊക്കെ കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെ കാർഡ്സ് ആഡ് ചെയ്യാമെന്നതിലേക്ക് കടക്കാം. ആഡ് കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഓർ പ്ലേലിസ്റ്റ് എന്ന് കാണാൻ കഴിയും, ഇല്ലെങ്കിൽ ചാനൽ എന്ന് കാണാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോൾ, അതായത് ഒരു സർവേ കാണാൻ കഴിയും. പിന്നീട് ലിങ്ക്, നിങ്ങൾക്ക് ചില എലിജിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇത്ര സബ്സ്ക്രൈബേഴ്സ് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ലിങ്കുകൾ നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ചാനൽ, വീഡിയോ, പ്ലേലിസ്റ്റ്, പോൾ എന്നിവ ആഡ് ചെയ്യാൻ ഒരു എലിജിബിലിറ്റിയുടെയും ആവശ്യമില്ല. അപ്പോൾ എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് അവിടെ ഈ നീല ലൈൻ കൊണ്ടുപോയി വെക്കുക. അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് ആഡ് ചെയ്യേണ്ടത്, വീഡിയോ, പ്ലേലിസ്റ്റ്, നമുക്ക് ജസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യാം. വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ വീഡിയോസും വരും. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് കാർഡ് നൽകുക. ഇങ്ങനെയാണ് കാർഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കാർഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വെച്ച അവിടെ തന്നെ കാർഡ്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹൗ ടു ആഡ് എൻ സ്ക്രീൻ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ആണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തൊട്ട് താഴെ എഡിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഡിലീറ്റ് ബട്ടൺ ഞെക്കിയാൽ ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ബൈ.